അപ്പോൾ ഗൈസ് ഇതിന് ഞങ്ങളവിടെ മുള്ളൻചക്ക എന്ന് പറയും, ചിലർ ദുരിയാൻ പഴം എന്ന് പറയും. അപ്പോൾ ഇത് ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തുത്തിരിക്കുകയാണ് ഹമദും യാമിയും. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ കട്ട് ചെയ്യട്ടെ. അപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഒരു മരത്തിൻ്റെ മേലെ ചുരുങ്ങിയത് 4-5 പീസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മുറിക്കുകയാണ്. വേണ്ട, ഈ പഴത്തിൻ്റെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നീനാമ്പഴത്തിൻ്റെ അതേ ഉൾഭാഗമാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യട്ടെ. മധുരമില്ല, നല്ല പുളിയാണ്. ചില നേരിയ മധുരം ഉണ്ടാവില്ല, ഇത് നല്ല പുളിയാണ്. എന്തായാലും നല്ല ഒരു ഫ്രൂട്ട്സാണത്. ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും പറ്റിയ ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ യാമിയെ കഴിക്ക്, എന്നിട്ട് പറയണം കേട്ടോ, അഭിപ്രായം പറയണം. അമ്മദ് എങ്ങനെയുണ്ട്? യാമിയെ എങ്ങനെയുണ്ട്? കുറച്ച് പുളിയുണ്ട്. അമ്മദോ എങ്ങനെയുണ്ടത്? പുളിയുണ്ടാ? യാമിയെ പുളിയുണ്ടാ? സൂപ്പറാ. ചെറുങ്ങനെ പുളിയില്ലേ? അപ്പോൾ നല്ല പുളിയാണോ? അപ്പോൾ ബാക്കിയുള്ളത് തറവാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഗേസ്, ഇതാണ് ദുരിയൻ പഴത്തിൻ്റെ ഇല, ഇത് സപ്പോർട്ടഡ് ഇല. ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല.